ഗുഡ് ഈവനിങ്. ഞാൻ വീണ്ടും വന്നു. ഇന്നൊരു പുതിയ പരീക്ഷണമാണ് എഗ് മഞ്ചൂരിയൻ. ആദ്യമായിട്ട് അതിന് വേണ്ടത് ഒരു 5 എഗ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 5 എഗ് നമുക്ക് പൊട്ടിച്ചോ ചെയ്യാം. ഒരു സ്പൂൺ എടുക്കുക, നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അതിലോട്ട് ആദ്യമായിട്ട് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഓക്കെ, നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഓക്കെ, ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അത് ഇതുപോലത്തെ ആണ് വെച്ചിട്ടുള്ളത്. പക്ഷെ എണ്ണ വരട്ടിട്ടുണ്ട്. അതിനുശേഷം അടിച്ചു വെച്ചിട്ടുള്ള എഗ് ഫുള്ളായിട്ട് അതിലോട്ട് ഒഴിക്കുക. ലോ ഫ്ലെയിമിലിട്ട് കാണുന്നത്. അതിനുശേഷം ഇതൊന്ന് കുറച്ച് നേരം അടച്ചു വയ്ക്കുക. അപ്പോൾ നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് ഓക്കെ, ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ. ഇതൊന്ന് തണുക്കണം നന്നായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ എഗ്ഗ് ഒരുവിധം തണുത്ത് കാണണം. ഞാൻ പതുക്കെ ഞാനിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സാവധാനം കട്ട് ചെയ്യണം, അങ്ങനെ പൊടിഞ്ഞു പോകും. ഓക്കെ, ഫിനിഷ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള ബാറ്റർ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മൈദ 1 2 3 4. നെക്സ്റ്റ് കോൺഫ്ലവർ 1 സ്പൂൺ. നെക്സ്റ്റ് കുറച്ച് ഉപ്പ്, കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് കളർ മാത്രം കേട്ടോ, ഈ കാര്യമൊന്നുമില്ല. എന്നിട്ട് വെള്ളം ഒഴിക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മൾ തുടങ്ങാൻ വേണ്ടി
ഉണ്ടോ? അത് ഞാൻ ഈ ബാറ്ററിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ചെറിയ പാത്രം എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഞാൻ ഇതിനകത്ത് ഇട്ട് പതുക്കെ പതുക്കെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ്ഗ് ഞാൻ കംപ്ലീറ്റ് ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മളിതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സെയിം എണ്ണ ഞാൻ ഉപയോഗിച്ചാണ് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്തു. അത് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് സബോള ഇടാം. സബോള ചെറുതായി കഴിഞ്ഞിട്ട് കേട്ടോ. കണക്കൊന്നുമില്ല, ഒരു മതി കണക്ക് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഉള്ളി മൂത്ത് കാണണം. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ടുണ്ട് കേട്ടോ. അധികം കുറച്ച് മതി. ഇതിനകത്ത് ഞാൻ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് ഉപ്പുണ്ടായിരിക്കും. ഓക്കെ, റെഡി. ഇനി നമുക്ക് വേണ്ട സോസൊക്കെ ഒഴിക്കാം. റെഡ് ചില്ലി സോസാണ് വേണ്ടത്, എടുത്തില്ല. അതുകൊണ്ട് തൽക്കാലം ഗ്രീൻ ചില്ലി സോസ് ഒഴിക്കണം. സോയാ സോസ് വളരെ ലൈറ്റാണ്. അത് നിൽക്കണം കുറച്ച്. എന്താ മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മഞ്ചൂരിയൻ മണം. അതിനുശേഷം ടൊമാറ്റോ കെച്ചപ്പ്. ഇനിയിപ്പോൾ റെഡ് ചില്ലി ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്തു. ക്യാപ്സിക്കം കേട്ടോ, ക്യാപ്സിക്കം. ഒന്ന് വാടിക്കോട്ടെ, നമുക്ക് കുറച്ച് അടച്ചു വയ്ക്കാം.
ഓക്കെ, ഇനി ഞാൻ കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഒഴിക്കണം. ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള എഗ്ഗ് മിക്സ് ചെയ്യാം. പണി കഴിഞ്ഞു നമ്മളെ കേട്ടോ. ഇപ്പോൾ ഒരു തിക്ക് ഗ്രേവിയാണ്. നമുക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാൻ തോന്നും, വേണമെങ്കിൽ. ഒന്നുമില്ല. ഇപ്പോൾ നമ്മുടെ പണി ഇതെല്ലാം കഴിഞ്ഞു. ഇതിന് മേലെ കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കാം. ഒന്നുമില്ല, ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്നായാലും. പിന്നെ കുറച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഓക്കെ, ബസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ. ഇനി അടുത്ത നല്ല വിഭവമായിട്ട് വീണ്ടും കാണാം. വേണം.